ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കുറുമയാണ്. തേങ്ങ അരയ്ക്കാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കുറുമ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഒരു മിക്സി ജാറിലേക്ക് ഒരു സവോള കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്, അതേപോലെ ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇത് മിക്സിയിൽ നല്ലോണം നമ്മൾ അടിച്ചെടുത്ത് കൊണ്ടുവരിക. വെള്ളമൊന്നും ചേർക്കരുത്, ചേർക്കാണ്ട് തന്നെ നല്ലോണം അടിച്ചെടുക്കുക. ഇനി ഒരു കുക്കർ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എണ്ണയും നെയ്യെല്ലാം ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ബിരിയാണി ഇല ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു പട്ട. ഇനി ഇതിലേക്ക് 2 or 3 ഏലക്ക ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ അളവ് ജീരകം, നല്ല ജീരകമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, പെരുംജീരകം ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതെല്ലാം നല്ലോണം പൊരിഞ്ഞു വന്ന ശേഷം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് ഒരു സവോള ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. അതൊരളവ് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അളവ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ നല്ലോണം വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളിയും സവോളയും കൂടി അടിച്ചു വെച്ച് ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അത് നല്ലോണം വഴണ്ടി വന്ന് അതിൻ്റെ എണ്ണ മേലെ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് പൊടിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവ് കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ നമ്മളുടെ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ അളവ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവ് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. ഞാൻ കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. കളറിന് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് നിങ്ങൾക്കിപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ 2 വിസിൽ വിട്ടെടുക്കുക. 2 വിസിൽ വന്ന ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി അത് വിസിൽ വരുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾക്കിനി 4 മുട്ട ഇവിടെ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. 5 മുട്ട ഞാൻ ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ സൈഡിൽ ഇതേപോലെ കത്തി വെച്ച് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് മസാല ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ അളവ് എണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണും കുറവായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചേർത്തോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കണം, ഇല്ലെങ്കിൽ മസാല എല്ലാം കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതെല്ലാം ചെയ്യണം. നമ്മൾ ആദ്യം എടുത്തു വെച്ച കുക്കറിൽ ഇപ്പോൾ 2 വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് വിസിലെല്ലാം അടങ്ങിയ ശേഷം അതിൽ നിന്ന് ഞാനിപ്പോൾ എടുത്ത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നല്ലോണം ഇത് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ
ഇപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കുറുമ റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരയ്ക്കാണ്ട് നല്ല ടേസ്റ്റ് ചെയ്ത് നമ്മൾ ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും ഉപയോഗിക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.